ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് വിചാരിക്കണം. സോ എന്താ പറയുക, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറെ ഒന്നുമല്ല, അന്നത്തെ വീഡിയോ കുറച്ച് കുറച്ച് വെറൈറ്റി കാരണം. ഓക്കെ, വേറെ ഒന്നുമല്ല, ഞാൻ എന്നെ അറിയുന്ന ആൾക്കാർക്ക്, കുറച്ച് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയിക്കാരം, തിരിച്ചറിയിക്കാരം, അങ്ങനെ പറയാം, തിരിച്ചറിയിക്കാരം. ഞാനൊരു ഒരു ചെറിയൊരു ആക്ടറും കൂടിയാണ്. ആൽബം മേഖലയിലൊക്കെ ഒരു വർക്ക്, ഇപ്പോൾ ഫിസ എന്നൊരു വർക്ക് ജസ്റ്റ് യൂട്യൂബ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഫിസ മ്യൂസിക്കൽ ആൽബം സോങ് എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു മെയിൻ ക്യാരക്ടറൊക്കെ ചെയ്ത് അത്യാവശ്യം 4 ലക്ഷം 5 ലക്ഷത്തിൻ്റെ അടുത്ത് ആവാറായിട്ടുണ്ട് വ്യൂസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്രേസിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അതൊരു തുടരണം, അതൊരു പാഷനായിട്ട് എടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അതൊരു പാഷൻ തന്നെയാണ് കേട്ടോ. ചില സാങ്കേതിക തകരാറുകൾ കാരണം ഇങ്ങനെ നീണ്ടു പോകുന്നതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് എൻ്റെ നെക്സ്റ്റ് വർക്കാണ് എൻ കാതലി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ വെരി സ്പെഷ്യൽ സാധനമാണ്. അതിൻ്റെ ലിറിക്സ് ആയിക്കോട്ടെ, കാരണം ലിറിക്സ് ചെയ്തിട്ടുള്ള നമ്മളെ ഈ പാട്ടിലെ അജ്മൽ ഖാനൊക്കെ ആക്ട് ചെയ്ത് കാണാൻ തോന്നുന്നുണ്ട്, എന്നെഞ്ചും തീയായി പൊള്ളുന്നുണ്ട്, എന്നുയിര് നിന്നെ തേടുന്നുണ്ട്, എൻ സഖി ജീവനായി വരൂ. ആ പാട്ടൊക്കെ പാടിയിട്ടുള്ള പാട്ട് എഴുതിയിട്ടുള്ള സിദ്ധാർത്ഥ് ശങ്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സോ അവരാണ് നമ്മളെ ഈ എൻ കാതലി എന്ന് പറഞ്ഞ ഈ ഒരു സോങ്ങിൻ്റെ ലിറിക്സ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ വെരി പ്രൗഡാണ്. ആ ഒരു കാണാൻ തോന്നുന്നുണ്ട് എന്ന പാട്ടിന് ഏകദേശം 11 മില്യനോ 10 മില്യൺ അബോ ആയിട്ടുണ്ട് വ്യൂസ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നമുക്ക് വേണ്ടിയിട്ട് അയാൾ സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ലിറിക്സ് എഴുതി തരിക എന്നുള്ളത് തന്നെ വെരി, എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര പ്രൗഡാണ്. കാരണം എവിടെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ, എവിടെയോ കിടക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വേണ്ടിയിട്ട് പുള്ളി സമയം സ്പെൻഡ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ ചെയ്തു തരുമ്പം ഗൈസ് വേറെ ഒന്നുമല്ല, നമ്മളൊരു ഡ്രീമായിട്ട് നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ വിടൂല, അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് ആയിട്ടാലും നമ്മളെ വിടൂല. ആ ഒരു സാധനം നമുക്ക് നേടിയെടുത്തേ പറ്റുന്നുണ്ടെങ്കിൽ എത്ര സമയം എടുത്താലും നമ്മളെ അടുത്ത് തന്നെ വരും, അല്ലെങ്കിൽ നമ്മൾ തേടി വരും. കാരണം നമ്മൾ എന്തെങ്കിലും പരിശ്രമിക്കണം കേട്ടോ, വെറുതെ ഇരുന്നിട്ട് കിട്ടില്ല. അപ്പോൾ അൽഹംദുലില്ലാ അതിൻ്റെ ലിറിക്സ് സെറ്റാണ്. അപ്പോൾ അത് ഒരു വട്ടം ഞാൻ റെക്കോർഡ് ചെയ്തൊരു കാര്യം കൂടി കേട്ടോ. ആ പാട്ട് ഞാൻ തന്നെയാണ് പാട്ട് പാടുന്നത്. ചെറിയൊരു പരിശ്രമം അപ്പോൾ വേറെ ഒന്നുമല്ല, മൊത്തത്തിലൊരു തെറ്റുണ്ടാവും. കാരണം എന്താ വെച്ചെങ്കിൽ ഒരു വെപ്രാളവും അല്ലെങ്കിൽ എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ ഇൻഷാ അല്ലാഹ് ഞാൻ ഓൾറെഡി അതൊരു വട്ടം ഞാൻ റെക്കോർഡ് ചെയ്തൊരു കാര്യമാണ്. റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്കെന്തൊരു ക്ലാരിറ്റി, ഒരു ഡിഫറെൻറ്റ് പോലെ ഫീൽ ചെയ്തു. ഒരു 6-7 മാസം മുമ്പ് റെക്കോർഡ് ചെയ്ത് MP3 കയ്യിലുള്ള പാട്ട് തന്നെയാണത്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ റീ റെക്കോർഡിങ് ചെയ്യണം. കാരണം എനിക്കൊന്നുകൂടെ ക്വാളിറ്റിയിൽ ഔട്ട് ചെയ്യണം. ഒരു സംഭവം നമ്മൾ പുറത്ത് ഔട്ട് ചെയ്യുമ്പോൾ അത് ഹൈ ക്വാളിറ്റിയിൽ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം ഉള്ളൊരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും ടൈം എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിനൊക്കെ തപ്പിയിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ വർക്കൊക്കെ ഇറക്കുമായിരുന്നു. പക്ഷേ പ്രൊഡ്യൂസർ വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഒരു അഭിപ്രായം വരും. നമ്മളെ ഒരു ഇതിലുള്ള സർക്കിളിൽ ഒരു അഭിപ്രായം കാര്യങ്ങളും കിട്ടില്ല. അവർ എമൗണ്ട് ഇറക്കുമ്പോൾ അവരുടേതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതൊന്നും എന്താ പറയുക, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സീനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം, പ്രൊഡ്യൂസർ ഞാൻ തന്നെ ആവാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണം, ഞാൻ പൈസ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ടൈം വേണം. ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സിൻ്റെ എക്സ്ട്രീം ലെവൽ താഴെ ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ പണിയെടുത്ത് പണിക്കുപോയി അങ്ങനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ വന്നിട്ട് വേണം നമ്മൾ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നു. ആ ഫിസ എന്ന വർക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. 3 വർഷം കൊണ്ട് എനിക്കൊന്നും ഇറക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറ്റിയില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ ബാക്ക് എടുക്കുന്നില്ല. ഓരോരുത്തർക്ക് ഓരോരോ ടൈമുണ്ട്. ഞാനത് ചെയ്ത സമയം 18ാമത്തെ വയസ്സിലായിരുന്നു. ഇപ്പം എനിക്ക് വയസ്സ് 22ആണ്. സോ ഇൻഷാ അല്ലാഹ് ഈ വർക്കിൽ ഒരുപാട് എനിക്ക് എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. കാരണം അത്രയും നല്ല ലിറിക്സാണ്, ആർക്കും അട്രാക്റ്റീവ് ആകുന്ന പോലത്തെ സോങ്ങാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് പോയി നോക്കാം. നമുക്ക് കോഴിക്കോട് പോയിട്ട് മഞ്ചേരി പോയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡിൻ്റെ കാര്യം കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. കാരണം പുറത്തിറങ്ങിയ ഒരുപാട് നോയ്സേ കാരണം, അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങോട്ട് നമുക്ക് നോക്കാം. റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മളെ വോക്കൽ ജൂഡിനെ അറിയോ നിങ്ങൾക്ക്, റാപ്പൊക്കെ പാടുന്നത്. അപ്പോൾ വോക്കൽ ജൂഡ്, അതുപോലെ തന്നെ മൂസിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവൻ്റെ കൂടെ തന്നെ റാപ്പ് സോങ്സ് ഒക്കെ പാടുന്നത്. അപ്പോൾ അവരൊക്കെ റെക്കോർഡ് ചെയ്ത് അവരൊക്കെ വളർന്നു വന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട് നമ്മളെ അഷ്കു എന്നാണ് അവൻ്റെ
അക്കൗണ്ട് നെയിം വരുന്നത്. പുള്ളി ഒരു ഗായകനാണ് കേട്ടോ, നൈസാണ്. അയാളെ റീൽസൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് സോങ് തന്നെയാകാരം. നൈസ് സോങ്സാണ്, നല്ല വോക്കൽ, നല്ല ഒരു സ്റ്റാൻഡേർഡ് ഐറ്റംസാണ്. സോ പുള്ളിയുടെ അടുത്താണ് നമ്മളിന്ന് പോകുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, എല്ലാവരും എന്താ പറയുക, എല്ലാവരും സപ്പോർട്ടും ചെയ്യുക. കാരണം അതാണ് മെയിനായിട്ട്. ഏതൊരു കലാകാരനായാലും ഏതൊരു മേഖലയാണ് എന്തോ ആയിക്കോട്ടെ, സപ്പോർട്ടാണ് മെയിൻ. അപ്പോൾ എന്താ ചെയ്യുക, ഇൻഷാ അല്ലാഹ് നമുക്കിനി പോയി നോക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് പോയോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ പോയി റെക്കോർഡൊക്കെ ചെയ്ത്, അറിയില്ല വീഡിയോ എടുക്കാൻ സമയം ഉണ്ടാവുമോ അറിയില്ല, പക്ഷേ നമുക്ക് നോക്കാം. ഡിലീറ്റ് അടിച്ചിട്ടുണ്ടാവും, അതാണ്. അങ്ങനെ പാട്ടൊക്കെ പാടി നൈസായി. കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ ഒന്നാമതോടെ ക്രൗഡ് ഉണ്ടായി, പിന്നെ നമ്മൾ പെട്ടെന്ന് വർക്ക് തീർക്കണം, റഷ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. പക്ഷേ അഷ്ക് പറഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പാട്ട് ഉടനെ ഉണ്ടാവും. ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ കയറിയപ്പോൾ പകലേനി, ഇപ്പോൾ രാത്രി. അപ്പോൾ ഗൈസ് പോയേക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ കാണാം.